Hello dear children, welcome to Kids Area Online. Kerala State Syllabus second term exam start ചെയ്യാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. യൂട്യൂബിൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടാവും. ലൈവായിട്ട് നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. 9746487799 ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് നൽകുന്നുണ്ട്. എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാകും. ഓക്കെ. അതുപോലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വർക്ക്ഷീറ്റ്, എക്സാമിൻ്റെ വർക്ക്ഷീറ്റ് അവൈലബിൾ ആണ്. 60 പേജുള്ള വർക്ക്ഷീറ്റാണ്, 60 പേജസ് ആണ് ഉള്ളത്. സെക്കൻഡ് ടൈമിൻ്റെ എല്ലാ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർക്ക്ഷീറ്റ്സ് ആണ്. എക്സാം സ്പെഷ്യൽ വർക്ക്ഷീറ്റ്സ് ആണ്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. 9746487799. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ആകെ എത്ര കിളികൾ. ഓർമ്മയുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടോ? ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ നമുക്ക് എഴുതാം? അപ്പോൾ ഇവിടെ ഒരു മരം കാണുന്നുണ്ട് അല്ലേ? ഇതൊരു ട്രീ ആണ്. കിളികളാണ്. മരത്തിൽ എന്താ? കിളികൾ, ബേർഡ്സ്. കിളികളുണ്ട്. ആരുണ്ട്? കിളികൾ, ബേർഡ്സ് ഉണ്ട്. കണ്ടോ? ബേർഡ്സ് ആണ്. അപ്പോൾ മരത്തിന് മുകളിലും കിളികളുണ്ട്, മരത്തിന് താഴെയും കിളികളില്ലേ? ഇല്ലേ? യെസ്. മരത്തിന് മുകളിലും ബേർഡ്സ് ഉണ്ട്, മരത്തിന് താഴെയും എന്താ? ബേർഡ്സ് ഉണ്ട്. ആദ്യം എന്താണെന്ന് അറിയാവോ? ചോദിക്കുവാണ്, എത്ര കിളികളാണ് മരക്കൊമ്പിലുള്ളത്? മരക്കൊമ്പ് താഴെയാണോ? അല്ല. എവിടെയാ? മരത്തിന്റെ കൊമ്പ് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ വേഗത്തിലൊന്ന് കണ്ടുപിടിച്ചേ, മരക്കൊമ്പിൽ എത്ര കിളികളാ ഉള്ളേ? എത്ര കിളികളുണ്ട്? ടീച്ചറിന്റെ കൂടെ കൗണ്ട് ചെയ്യണം കേട്ടോ. 1 2 3 4 5 6 7 8. അപ്പോൾ മരത്തിന്റെ കൊമ്പിൽ എത്ര കിളികളുണ്ടെന്ന് ചോദിച്ചാൽ മരത്തിന്റെ കൊമ്പിൽ എത്ര കിളികളുണ്ട്? ഹൗ മെനി ബേർഡ്സ് ഇൻ ദ ട്രീ? ഹൗ മെനി ബേർഡ്സ്? യെസ്, 8 ബേർഡ്സ്. ഹൗ മെനി ബേർഡ്സ്? 8. അപ്പോൾ എന്ത് ചെയ്യണം? ഹൗ മെനി എന്ന് ചോദിച്ചാൽ എത്ര? ഹൗ മെനി എന്ന് ചോദിച്ചാൽ എത്ര? എത്രയായിരുന്നു? 8. 8 കിളികൾ. എത്രയാ? 8. അടുത്ത് ചോദിക്കുകയാണ്, ഹൗ മെനി ബേർഡ്സ് ഓൺ ദ ഗ്രൗണ്ട്? താഴെ എത്ര കിളികളുണ്ട്? ഹൗ മെനി ബേർഡ്സ് ഓൺ ദ ഗ്രൗണ്ട്? താഴെ എത്ര കിളികളുണ്ട്? വേഗത്തിൽ ടീച്ചറിന്റെ കൂടെ കൗണ്ട് ചെയ്തേ. ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്ര, മുകളിൽ എത്ര, താഴെ എത്ര. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ താഴെയാണ് കേട്ടോ. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രീ എന്ന് പറഞ്ഞാൽ മരത്തിൽ, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണിൽ, താഴെ. ഓക്കെ. താഴെ എത്ര കിളികളുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാവോ? സ്പീഡിൽ കൗണ്ട് ചെയ്യും. 1 2 3 4 5. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, എണ്ണിയത് വീണ്ടും എണ്ണിയോ? അപ്പോൾ എന്ത് ചെയ്യണം? നിർത്തി നിർത്തി നിങ്ങൾ എണ്ണി നോക്കണം. 1 2 3 4 5 6 7 8 9 10 11 12. How many birds on the ground? താഴെ എത്ര കിളികളാണല്ലേ? താഴെ 12. 12 കിളികളുണ്ട്. എത്ര കിളികളുണ്ട്? 12. സംശയമുണ്ടോ അപ്പോൾ? ഇല്ലല്ലോ. കൗണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. ഹൗ മെനി എന്ന് ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് എഴുതിയാലോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞേ, ഹൗ മെനി ബേർഡ്സ് ഇൻ ദ ട്രീ? മരത്തിൽ എത്ര കിളികൾ ഉണ്ടായിരുന്നു? 8. ഹൗ മെനി ബേർഡ്സ് ഓൺ ദ ഗ്രൗണ്ട്? താഴെ എത്ര കിളികൾ ഉണ്ടായിരുന്നു? 12. 12. എങ്ങനെ എഴുതുക? 12. 1 എഴുതിയ ശേഷം 2 എഴുതുക. 12 ആയി. എന്നിട്ട് എന്താ ചോദിക്കുന്നതെന്ന് അറിയാവോ? ഹൗ മെനി ഇൻ ഓൾ? എല്ലാം കൂടി എത്രയാ? എല്ലാം കൂടി, അതായത് മരത്തിന് മുകളിലും മരത്തിന് താഴെ ഉണ്ടായിരുന്നല്ലേ, എല്ലാം കൂടി എന്ന് പറയുമ്പോൾ എന്താ?
താഴെയും മുകളിലും കൂടി എത്ര ബേർഡ്സ്? മുകളിലും താഴെയും കൂടി. അപ്പോൾ രണ്ട് സ്ഥലത്തിരിക്കുന്ന സാധനങ്ങളെ നമ്മൾ ഒരുമിച്ചാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നമാണ് കണ്ടോ, പ്ലസ്. കണ്ടോ, പ്ലസ്. അപ്പൊ ആദ്യത്തെ എത്രയാണ്? 8. ആദ്യം മരത്തിന്റെ മുകളിൽ എത്ര ഉണ്ടായിരുന്നു? 8. മരത്തിന്റെ താഴെ എത്ര ഉണ്ടായിരുന്നു? 12. മരത്തിന്റെ താഴെ 12. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതുപോലെ അഡീഷൻ, രണ്ട് നമ്പേഴ്സ് തന്നിട്ട് നിങ്ങൾ അതിന്റെ ഉത്തരം കണ്ടെത്തുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 8 + 12 എത്രയാ ഉത്തരം? അറിയാവോ? എങ്ങനെ കണ്ടെത്താന്ന് അറിയാവോ? ഇതിൽ വലിയ നമ്പർ ഏതാണ്? 8 ആണോ 12 ആണോ? 8 ആണോ 12 ആണോ വലുത്? 8 ബേർഡ്സ് ആണോ കൂടുതൽ 12 ബേർഡ്സ് ആണോ കൂടുതൽ? 12 ബേർഡ്സ് അല്ലേ. അപ്പൊ ഇതിന് എന്ത് ചെയ്യുക? ഈ ഏറ്റവും വലിയ സംഖ്യയെ ടീച്ചർ എന്ത് ചെയ്തു എന്നറിയാവോ? ദാ അവിടെ വച്ചു. അത് ടീച്ചർ തൊട്ടില്ല, കണ്ടോ? ഇവിടെ വയ്ക്കുക. ഓക്കെ. അടുത്ത 12 കഴിഞ്ഞിട്ട് ദാ 8 ഫിംഗേഴ്സ് നിങ്ങളുടെ കയ്യിലെടുത്തേ. 8 ഫിംഗേഴ്സ് എടുത്തേ. 8 ഫിംഗേഴ്സ്. ടീച്ചറുടെ 8 ഫിംഗേഴ്സ് എടുക്കുവാണേ. 1 2 3 4 5 6 7 8. നിങ്ങളുടെ 8 ഫിംഗേഴ്സ് ടീച്ചറൂടെ വരച്ചു. കണ്ടോ? ഒരിക്കൽ കൂടി വരയ്ക്കട്ടെ. 8 ഫിംഗേഴ്സ്. ദാ നിങ്ങളുടെ ഇതിൽ ഒന്നുകിൽ നിങ്ങൾ 12 ഫിംഗേഴ്സ് വരയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ 8 ഫിംഗേഴ്സ് എടുക്കണം. അപ്പൊ എളുപ്പം നമുക്ക് 8 ഫിംഗേഴ്സ് എടുക്കാനല്ലേ, അതുകൊണ്ട് ടീച്ചറൂടെ 8 ഫിംഗേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8. 8 ഫിംഗേഴ്സ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാവോ? 12 കഴിഞ്ഞിട്ട് എത്രയാ? 12 കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത നമ്പർ മുതൽ ഇവിടുന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങണം. ഓക്കെ. 12 കഴിഞ്ഞാൽ എന്താണ്? 12 കഴിഞ്ഞാൽ 13 14 15 16 17 18 19 20. ആൻസർ എന്താ? 20 ഈസ് ദ ആൻസർ. ഓക്കെ. ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഹൗ മെനി ബേർഡ്സ് ഇൻ ദ ട്രീ? 8. ഹൗ മെനി ബേർഡ്സ് ഓൺ ദ ഗ്രൗണ്ട്? 12. ഹൗ മെനി ഇൻ ഓൾ? എല്ലാം കൂടി എത്രയാ? ടോട്ടൽ എത്രയാ? 8ഉം 12ഉം കൂടി കൂട്ടണം. കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? ടീച്ചർ വലിയ സംഖ്യ അവിടെ വെച്ചു, ചെറിയ സംഖ്യ ഫിംഗറിൽ എടുത്തു. എന്നിട്ട് വലിയ സംഖ്യ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത നമ്പർ മുതൽ കൗണ്ട് ചെയ്തു. 12 കഴിഞ്ഞാൽ 8 ഫിംഗേഴ്സ് കയ്യിലുണ്ടേ. 12 കഴിഞ്ഞാൽ 13 14 15 16 17 18 19 20. Answer is 20. Okay. Where are more birds? On the tree or in the ground? എവിടെയാ കൂടുതൽ കിളികളുള്ളേ? മരത്തിലാണോ താഴെയാണോ? പറഞ്ഞേ. Where are more birds? 8 ബേർഡ്സ് മുകളിലുണ്ട്, 12 ബേർഡ്സ് താഴെയുണ്ട്. അപ്പൊ നിങ്ങൾ പറയുക, എവിടെയാണ് കൂടുതൽ കിളികളുള്ളത്? എവിടെയാ? താഴെ. എത്ര കിളികളുണ്ട്? 12 കിളികളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മൾ അടുത്ത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. ഹൗ മെനി മോർ? എത്ര കൂടുതൽ എന്നാ ചോദിക്കുന്നേ. എന്താ ചോദിക്കുന്നേ? ഹൗ മെനി മോർ? എത്ര കൂടുതൽ? താഴെയാണോ മുകളിലാണോ കൂടുതൽ? താഴെയാണ് കൂടുതൽ. എന്നാൽ എത്ര കൂടുതൽ? ഹൗ മെനി മോർ? മോർ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ. ഹൗ മെനി മോർ എന്ന് പറഞ്ഞാൽ എത്ര കൂടുതൽ. ഇവിടെ ഹൗ മെനി ഇൻ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി എത്ര. ഹൗ മെനി മോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എത്ര. ഹൗ മെനി ലെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കുറവ്. എത്ര കുറവ്. ലെസ് എന്ന് പറഞ്ഞാൽ കുറവ്, മോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ. അപ്പൊ ഇവിടെ ഹൗ മെനി മോർ? എത്ര കൂടുതൽ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇവിടെ വലിയ നമ്പർ ടീച്ചർ ചോദിച്ചില്ലേ, കൂടുതലുള്ളത് ഗ്രൗണ്ടിലല്ലേ. ആ വലിയ നമ്പർ ആദ്യം ഒന്ന് എഴുതുക. വലിയ നമ്പർ 8 ആണോ 12 ആണോ? 12 ആണോ 8 ആണോ വലുത്? 12 ആണ്. അപ്പോൾ 12 എഴുതി. ചെറിയ നമ്പർ അടുത്തു എഴുതുക. ഇതിന്റെ നടുക്ക് കണ്ടോ ഒരു സിമ്പൽ കണ്ടോ? മൈനസ്. മൈനസ് സിമ്പൽ വന്നാൽ വലിയ സംഖ്യ, വലിയ നമ്പർ ആദ്യം എഴുതണം, ചെറിയ നമ്പർ രണ്ടാമത് എഴുതണം. മനസ്സിലായല്ലോ? ഹൗ മെനി മോർ, ഹൗ മെനി ലെസ് എന്ന് ചോദിച്ചാൽ എത്ര കൂടുതൽ എത്ര കുറവ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ നടുക്ക് മൈനസ് സിമ്പൽ വരും. മൈനസ് സിമ്പൽ വന്നാൽ, അത് സബ്ട്രാക്ഷന്റെ സിമ്പൽ വന്നാൽ, കുറയ്ക്കാനാണെങ്കിൽ ആദ്യത്തെ സംഖ്യ വലുതെഴുതണം, രണ്ടാമത്തെ സംഖ്യ ചെറുതെഴുതണം. ഓക്കെ. അപ്പൊ 12 - 8. 8 കഴിഞ്ഞാൽ
12 എത്താൻ എത്ര ഫിംഗേഴ്സ് എടുക്കണമെന്ന് നോക്കാം. 8 ഇവിടെ ഉണ്ടേ, 8 ഇവിടെ നിൽക്കുകയാണ്, 12 ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, 8ൽ നിന്ന് 12 എത്താൻ, 8ൽ നിന്ന് 12 എത്താൻ എത്ര ഫിംഗേഴ്സ് എടുക്കണം? 8 കഴിഞ്ഞാൽ 9, 10, 11, 12. 12 എത്തി, 8 12 എത്തിയില്ലേ? 8 കഴിഞ്ഞ് 9, 10, 11, 12. എത്ര ഫിംഗേഴ്സ് എടുക്കേണ്ടി വന്നു? 1, 2, 3, 4. 4 is the answer. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇതുപോലെ ഒരു ചോദ്യം വന്നാൽ, കൂട്ടാനും കുറയ്ക്കാനും ചോദ്യം വന്നാൽ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഹൗ മെനി എന്നൊക്കെ വന്നാൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യില്ലേ? ചെയ്യത്തില്ലേ? യെസ്, ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ, ആരും തെറ്റിക്കല. ഇതുപോലുള്ള ഒത്തിരി കണക്കുകളും ഒത്തിരി നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളുമായിട്ട് ടീച്ചർ വീണ്ടും വരും. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും കിഡ്സ് ഏരിയ ഓൺലൈനിൽ 1ാം ക്ലാസ്സിന്റെ ക്ലാസ് കാണുക കേട്ടോ. എക്സാം കഴിയുന്നത് വരെയും ടീച്ചർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, okay children, bye bye, thank you.